നമ്മൾ കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും നമ്മൾ ഉപവസിച്ചാലും ഒന്നും ദൈവം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ബാധ്യസ്ഥൻ അല്ല. പിന്നെ അവൻ അത് ചെയ്യുന്നെങ്കിൽ അതവന്റെ കരുണയാണ്. അല്ലാതെ ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം പോലുള്ള അവകാശം നമുക്ക് ഇല്ല. അവിടെയാണ് കൃപയുടെ മാഹാത്മ്യം, കരുണയുടെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന പരീശന്റെ പ്രാർത്ഥന പോലെ ആകരുത്. എൻ്റെ പ്രാർത്ഥന എൻ്റെ നാമത്തിലായിരിക്കരുത്. എൻ്റെ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും സിൻസിയറായിട്ടുള്ള പൂർണ്ണമായും ദൈവം ഒഴികെ മറ്റൊന്നുമില്ലാത്ത നിലയിൽ, ഞാൻ പറഞ്ഞല്ലോ, കൃപാസനത്തിങ്കിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുകയാണ്. കൃപാസനത്തിങ്കിലേക്ക് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടത് കൃപാസനത്തിൽ. വേറെ പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ സിംഹാസനമൊക്കെ അങ്ങ് സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. ഭൂമിയിൽ നമുക്ക് എല്ലാം പറ്റുന്നത് പ്രതിഫലം നൽകുന്ന സിംഹാസനമല്ല. നമ്മൾ പലപ്പോഴും പ്രതിഫലം തരണമെന്നാണ് പറയുന്നത്. കർത്താവേ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരേണ്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? പ്രതിഫലമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കർത്താവ് പ്രതിഫലമൊക്കെ മരിച്ച് നമ്മളങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് പ്രതിഫലമൊക്കെ തരുന്നത്. ഇപ്പോഴാണ് എന്താ കർത്താവ് തരുന്നത്? കൃപ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചെല്ലാനായിട്ട് ഒറ്റ സിംഹാസനമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ കൃപാസനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ പ്രയർ ഷുഡ് ബി സിൻസിയർ ആൻഡ് അഫെക്ഷനേറ്റ്. അഫെക്ഷനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫ്രം അവർ ഹാർട്ട്. വാഞ്ചയോടുകൂടെ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്. വാഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ലൈക്ക്, നമ്മൾ 42-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം വായിക്കും. 42-ന്റെ 1 നോക്കുക. എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലണ്ടേ. അവന്റെ വാഞ്ചയുടെ ഒരു പ്രത്യേകത, മാൻ നീർത്തോടിനെ കാംക്ഷിക്കുന്നത് പോലെ, ആസ് എ ഹാർട്ട് ലോങ്സ് ഫോർ ഫ്ലോവിംഗ് സ്ട്രീംസ്, as a heart long for flowing streams, so long my soul for thee. ഒരു നീരൊഴുക്കിന് വേണ്ടി, ഒരു as the deer panteth for water, ഒരു സ്ട്രീമിന് വേണ്ടി. എന്താ, അതിന് ദാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ഒരിടത്ത് നിൽക്കുന്നില്ല. അത് വെള്ളം കാണുന്നത് വരെയും അത് എന്ത് ചെയ്യാണ്? ഓടിപ്പോകുകയാണ്. അസാമാന്യമായ ഒരു ദാഹം. ഇതുപോലെയുള്ള വാഞ്ചയോടുകൂടി. അതുകൊണ്ടാണ് prayer must be affectionate. It should be from your heart and you need to give all your heart for that. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ലാത്ത നിലയിൽ അവന്റെ ഒരു മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാനായിട്ട് ഓടിച്ചെല്ലുന്നത് പോലെ ഓടിച്ചെല്ലുകയാണ്. അല്ലാതെ കാണുമ്പോൾ കുടിക്കുകയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അതുപോലെയുള്ള വാഞ്ച ഉണ്ട്. വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുമെന്നുള്ളൊരു ചിന്ത. അതുപോലെ ദൈവത്തിനായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, മൈ സോൾ തേഴ്സ് ഫോർ ഗാഡ്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. How many of you can say that I have a thirst for God? ദൈവത്തിനായിട്ടുള്ള ദാഹം. പല സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ദൈവം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. God is a means, he is not an end in itself. അത് വലിയൊരു പ്രശ്നമാണ്. ദൈവം നമുക്ക് കാര്യം കാണാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും. നമ്മൾ പറയുന്നത് അതാ, പ്രാർത്ഥിക്കും ബ്രദറെ, കർത്താവ് നിനക്ക് കാര്യങ്ങൾ ചെയ്തു തരും. ശരിയാ, ചെയ്തു തരും. പക്ഷേ ഒരിക്കൽ പോലും നമ്മളുടെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി വാഞ്ചിക്കുന്ന, അവിടെ എഴുതിയിരിക്കുന്ന താഴോട്ട് വാക്ക് എഴുതിയിരിക്കുന്നത്, when shall I come and behold the face of God? എപ്പോഴ് നിന്റെ മുഖം, എങ്ങനെ എഴുതിയിരിക്കുന്നത്? എപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാനിടയായിത്തീരും. ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത് എപ്പോഴെനിക്ക് അവന്റെ മുഖം ഒന്ന് കാണാൻ കഴിയുമെന്നാണ്. I just want to see his face. Nothing else is in my mind. ദൈവം മാത്രം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ, ദൈവത്തോട്. ദൈവം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് എ നീഡ്, ഇറ്റ് ഈസ് ഐ വാണ്ട് ടു പ്രേ. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഐ നീഡ് ടു പ്രേ, ഐ വാണ്ട് ടു പ്രേ, ഐ വാണ്ട് ടു സീ ഹിം. ദാറ്റ്സ് മൈ ഡിസയർ. എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ വാഞ്ചയാണ്, ഭയങ്കരമായിട്ടുള്ള വാഞ്ച, ദൈവത്തിന് വേണ്ടിയുള്ള വാഞ്ച. ഞാൻ പറയാം, എൻ്റെ പ്രാർത്ഥനയെ നമ്മൾ ഓർക്കണം, ദൈവത്തെ ഒരു മീൻസ് ആക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ പറയുന്നത് ദൈവത്തെ കാംക്ഷിക്കാനല്ല, ദൈവം തരുന്നതിനെ കാംക്ഷിക്കുവാനാണ്. ദൈവത്തെ കാംക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം എനിക്ക് ഏറ്റവും വലുതാകുമ്പോൾ അവൻ കാര്യങ്ങൾ തരുമായിരിക്കും, അത് വേറെ കാര്യം. ഇപ്പൊ എൻ്റെ പിള്ളേരോട് നിങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അപ്പൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, മൈ ഫാദർ ഈസ് സാജു. വൈ? ഹൗ ക്യാൻ യു സേ ദാറ്റ് സാജു ഈസ് യുവർ ഫാദർ? ഉടനെ അവർ പറയാം, അദ്ദേഹമല്ലേ ഞങ്ങളുടെ സ്കൂളിലെ ഫീസൊക്കെ തരുന്നത്, അദ്ദേഹമല്ലേ പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആഹാരത്തിനുള്ള സാധനമൊക്കെ കൊണ്ടു തരുന്നത്, പിന്നെ ബർത്ത്ഡേ വരുമ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നതും സാജുവാണ്, അതുകൊണ്ട് സാജു എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടും പിള്ളേരുടെ ഫീസ് കൊടുക്കുന്നത് കൊണ്ടും പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ടാണോ ഞാൻ അവരുടെ അപ്പനായിരിക്കുന്നത്? അതോ ഞാൻ അപ്പനായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുകയാണോ? ടെൽ മീ.
ഇതേപോലെ തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി വാഞ്ചിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവിടെ അപ്പനൊരു മീൻസ് അല്ല, അപ്പനൊരു എൻഡാണ്, അപ്പനൊരു ഉപാധിയല്ല, പിതാവ് ഒരു ഉപാധിയല്ല. ദൈവം നമുക്കൊരു ഉപാധിയാകുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം, നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണുന്നത് ആ രീതിയിലാണ്, ദാഹം ഇല്ലാത്ത ഒരു അവസ്ഥ. വി ആർ നോട്ട് തേഴ്സ്റ്റ്, we do not have this kind of thirst for God. ഇതുപോലെയുള്ള ഒരു ദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ദാഹത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഉദാഹരണം പറയാറുണ്ട്. 94 മധ്യപ്രദേശിൽ ഞങ്ങൾ വർക്ക് തുടങ്ങി. 95 ഒരു ബ്രദറിന് അവിടുന്ന് ഒരു ഹെപ്പറ്റൈറ്റിസ് അറ്റാക്ക് ഉണ്ടായി, വൈറൽ അറ്റാക്ക് ഉണ്ടായി. 13 days he was in coma stage. അവിടുത്തെ വെള്ളം കുടിച്ചതാ, അതാണ് കണ്ടാമിനേറ്റഡ് വാട്ടർ കുടിച്ചത്. എനിക്കും പറ്റിയിട്ടുണ്ട് പ്രശ്നം, അത് വേറെ കാര്യം. അപ്പം ഞാൻ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഈ പ്രോബ്ലം ഉണ്ടായത്. പ്രോബ്ലം ഉണ്ടായി 13 ദിവസം അവൻ കോമ സ്റ്റേജിൽ കിടന്നു. ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്തു. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് ഭയങ്കരമായിട്ടുള്ള പൈസ പോയത് പോട്ടെ. പക്ഷേ ഈ 13 ദിവസം കോമ സ്റ്റേജിൽ കിടന്നിട്ടാണ് ഈ ചെറുക്കൻ രക്ഷപ്പെട്ടു ദൈവത്തിന്റെ കണ്ണുകൊണ്ട്. പിന്നെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് മിഷണറിമാരെ എല്ലാം വിളിച്ചു വഴക്ക് പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നത്, അവിടെ ഇവിടെ പോയി ഓരോ വെള്ളമൊക്കെ കുടിച്ചോളും, അതല്ലയോ ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഒത്തിരി വഴക്ക് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഇതൊക്കെ പറയുന്നവരൊന്നും അല്ല, നമ്മളിപ്പം ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു പോകും. ഉടനെ ഞാൻ പറഞ്ഞു, വെള്ളം കൊണ്ടുപോകണം, പോകുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നല്ല വെള്ളം, തിളപ്പിച്ച വെള്ളം കൊണ്ടുപോകണം പറഞ്ഞു. കൊണ്ടുപോയാൽ എന്തുവാ, കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ 1 കുപ്പി വെള്ളം അങ്ങ് തീരും. എന്നോട് പറഞ്ഞു 1 കുപ്പി വെള്ളം വേണ്ട, 2 കുപ്പി വെള്ളം കൊണ്ടുപോകണം. അപ്പം ഒരാൾ പറഞ്ഞു, നാളെ ഏതാണെങ്കിൽ രാവിലെ നമ്മൾ പോകുന്നുണ്ടല്ലോ വില്ലേജ്, അന്നേരം അറിയാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. 4 മണിക്ക് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് തന്നെ വണ്ടി എടുത്ത് പോയി. ഞാൻ പിള്ളേരെ എല്ലാം വിളിച്ചു പറഞ്ഞ് എല്ലാവരും 2 കുപ്പി വെള്ളം വെച്ച് എടുത്തു പോകണം. അപ്പോൾ എല്ലാവരും 2 കുപ്പി വെള്ളം വെച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോയി ഒരു 5 ലിറ്ററിൻ്റെ ഒരു 5-10 ലിറ്ററിൻ്റെ ഒരു ജാറിനകത്ത് വേറെ വെള്ളം എടുത്ത് വണ്ടിയെ വെച്ചു. കാര്യം വെള്ളം തീർന്നു പോയാൽ പോകരുതല്ലോ. അപ്പോൾ അങ്ങനെ പോയി 4 മണിക്ക് തുടങ്ങിയതാണ്. 5 മണി തൊട്ട് ദാഹം തുടങ്ങി, വെള്ളം കുടിക്കാൻ തുടങ്ങി, ഞാനും കുടിക്കാൻ തുടങ്ങി. 6 മണിയായി, 1 കുപ്പി വെള്ളം തീർന്നു. പിന്നെ വളരെ ചെറിയൊക്കെ വെള്ളം കുടിക്കുന്നത് ചില പേടിച്ചൊക്കെയാണ്. 8 മണിയായി, 2ാമത്തെ കുപ്പിയും തീർന്നു. 10 മണി ആയപ്പോഴത്തേക്ക് ജാറിനകത്തെ വെള്ളവും തീർന്നു. 11 മണിയായി, 12 മണിയായി. വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തുപോകുമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു. നോക്കിയപ്പോൾ ആകെപ്പാടെ അവിടെ ഒരു തടാകം മാത്രമേ ഉള്ളൂ. ആ തടാകത്തിലെ വെള്ളമേ ഉള്ളൂ, എരുമയെ കുളിപ്പിക്കുന്ന തടാകമൊക്കെയാണ്. എനിക്കാണ് ദാഹിച്ചിട്ട് തലകറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ചാകുകയാണെങ്കിലും ഈ വെള്ളം കുടിച്ചാൽ മിക്കവാറും പ്രശ്നമുണ്ടാകും. പക്ഷെ അതാണെങ്കിലും 2-3 മാസം കൂടെ ഒക്കെ ജീവിക്കുമല്ലോ, ഇപ്പം ചാകത്തില്ലല്ലോ. പിന്നെന്താ ചെയ്യാനാ? 12 മണിയായപ്പോൾ ആ തടാകത്തിലെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തുപോകും. അതുപോലെയുള്ള ദാഹം, അതാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്ന ദാഹം എന്ന് പറയുന്നത്. അതായത് വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള ദാഹം. ഇതുപോലെയുള്ള ദാഹം ആർക്ക് വേണ്ടി ഉണ്ടാകണം? ദൈവത്തിന് വേണ്ടി ഉണ്ടാകണം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു. വാഞ്ച, ഒരു അസാമാന്യമായ വാഞ്ചയാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിസയർ, അസാമാന്യമായ ഒരു വാഞ്ച അവന് ഉണ്ടാവുകയാണ്. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കും. ഞാൻ എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനിടയായിത്തീരും. എപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റും, എപ്പോൾ എനിക്കൊന്ന് ആ ദൈവസന്നിധിയിൽ നിന്ന് ഇരിക്കാനുള്ള വലിയ, ഒരുപക്ഷെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ 4 പേര് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും, കാര്യമൊക്കെ ശരിയാണ്. എന്നാലും പയർ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ വാഞ്ച, എപ്പോഴാണ് എനിക്ക് 1 മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു വലിയ വാഞ്ച. ഒരുപക്ഷെ തീർത്ത് കഴിയാൻ കൊടുക്കേണ്ടതായ ഒത്തിരി ഫയൽസ് ബാക്കിയുണ്ടായിരിക്കും. പക്ഷേ ആ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ദൈവമേ, എപ്പോഴാണ് ദൈവസന്നിധിയിൽ എനിക്കൊന്ന് ഇരിക്കാൻ കഴിയുന്നത് എന്നുള്ള വാഞ്ച, ദൈവത്തിന് വേണ്ടിയുള്ള വാഞ്ച. ഒരുപക്ഷെ നമുക്ക് ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ച. ചില വാക്യങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വാക്യങ്ങൾ മാത്രം പറയാണ്. 119 സങ്കീർത്തനം 40-ാം വാക്യം, അതിൻ്റെ 20-ാം വാക്യം, അതിൻ്റെ 174-ാം വാക്യം, ഇതൊക്കെ നമുക്ക് സമയമനുസരിച്ച് നിങ്ങൾ വായിക്കുക. 84-ാം സങ്കീർത്തനം, 84-ാം സങ്കീർത്തനം അതിൻ്റെ 2ാമത്തെ വാക്യം, Psalms 84 verse 2, my soul longs, yeah, faints for the courts of the Lord, my heart and flesh sing for joy to the living God. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് ഫെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹാലസ്യപ്പെട്ടു പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് ഫെയിൻറ്റഡ്. അതാ ഞാൻ പറഞ്ഞ വാഞ്ച എന്ന് പറയുന്നത്. ഞാൻ മോഹാലസ്യപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേജ്, അതിൻ്റെ മനോഹാരിത,
ഒന്നാമത്തെ വാക്യം അതാ പറയുന്നത്, ഹൗ ലവ്ലി ഈസ് ദൈ ഡ്വെല്ലിംഗ് പ്ലേസ്, ഓ ലോർഡ് ഓഫ് ഹോസ്റ്റ്. സൈന്യങ്ങളെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നത്? ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. I find it so lovely. അതിൻ്റെ മനോഹാരിത കാണുമ്പോഴാണ് വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നത്. ദൈവത്തിൻ്റെ മനോഹാരിത അറിയുമ്പോഴാണ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് മോഹം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ ഓടിച്ചൊന്നും പ്രാർത്ഥിപ്പിക്കാനും ഒന്നും പറ്റത്തില്ല. നമുക്ക് അല്പസമയം ആരാധിക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും ആളുകൾ ആരാധിക്കുന്നൊന്നുമില്ല. ആരാധിക്കണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ മനോഹാരിതയെ കാണണം. ദൈവത്തെ അറിയുമ്പോഴാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്ന് പറയുമ്പോൾ പറയുന്നതല്ല ഇത്. ദൈവത്തിൻ്റെ മനോഹാരിത. Do you see the bridegroom as a beautiful, a handsome bridegroom? ഒരു സുന്ദരനായ മണവാളൻ അല്ലേ? നിന്റെ മണവാളൻ എന്താ പ്രത്യേകത എന്ന് മണവാട്ടിയോട് ചോദിക്കാം. അവൾ പറയുന്നത്, മണവാട്ടി പറയുന്നത്, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? എന്ത് ചോദ്യമാണ്? അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ. ലാവണ്യം അവൻ്റെ വാക്കുകളിലുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ സോങ് ഓഫ് സോങ്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ഒന്ന് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക. ഈസ് സോ ബ്യൂട്ടിഫുൾ, ഈസ് എ ബ്യൂട്ടിഫുൾ ഗാഡ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവന് വേണ്ടിയാണ്. അവൻ തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. പരീശന്റെ പ്രാർത്ഥന അതേ അല്ല. പരീശന്റെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനും പരീശന്റെ പ്രാർത്ഥന അവനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനുമാണ്. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ അവനെ കണ്ടിട്ട്, അവനെ അറിഞ്ഞിട്ട്, അവൻ്റെ മനോഹാരിത കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. We need to pour out our heart before him. 38-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ, 38-ന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് എൻ്റെ ആഗ്രഹമൊക്കെയും, അല്ലെങ്കിൽ എൻ്റെ ഹൃദയമൊക്കെയും, ശരിക്കും പറഞ്ഞ ആഗ്രഹം എന്നുള്ളതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. എൻ്റെ ഹൃദയമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. അതായത് എനിക്ക് വേറെ യാതൊരു കാര്യങ്ങളും, എൻ്റെ മനസ്സിൽ വേറെ യാതൊരു കാര്യം, ലോർഡ്, all my longing, all my heart is known to thee, my singing is not hidden from thee. എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം തുറന്നിട്ട്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായ ഒരു സ്റ്റേജ്. 42-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം, മൈ സോൾ, നമ്മൾ വായിച്ചു, മൈ സോൾ തേഴ്സ് ഫോർ ഗാഡ്, ഫോർ ലിവിംഗ് ഗാഡ്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയാകും. 4-ാമത്തെ വാക്യം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. നോക്കുക, ഉത്സവം ആചരിക്കുന്നതായ അതൊരു ഇറ്റ് ഈസ് ലൈക്ക് എ ഫെസ്റ്റിവൽ. ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. ദൈവസാന്നിധ്യം എന്താണ്? എൻ്റെ ഹൃദയം പകരുകയാണ്. എൻ്റെ വേദനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നതാണ്. നമ്മൾ 38-ാം സങ്കീർത്തനത്തിൽ കണ്ടത്, എൻ്റെ ഞരക്കങ്ങൾ ഒക്കെയും നിന്റെ സന്നിധിയിലുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്? എൻ്റെ ഞരക്കങ്ങൾ പോലും എന്തായി തീരുകയാണ്? സെലിബ്രേഷൻ ആയി തീരുകയാണ്, ഉത്സവമായി തീരുകയാണ്. ദീസ് തിങ്സ് ഐ റിമെമ്പർ ആസ് ഐ pour out my soul, how I went with the throng and led them in procession into the house of the Lord with glad shouts and songs of thanksgiving, a multitude keeping festival. ഒരു ഉത്സവം ആചരിക്കുന്ന, വാക്യം ഒന്നും വായിക്കാം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. ആ ഓർമ്മ പോലും, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഓർമ്മ പോലും, വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് ഈവൻ വെൻ വി ലീവ് ഫ്രം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഇട്ടേച്ചു പോകുകയല്ല, നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ആ ഓർമ്മ പോലും എന്നെ ത്രസിപ്പിക്കുന്നതാണ്. അല്ലേ? നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായ ആ സന്തോഷത്തിന്റെ ഓർമ്മ പോലും ഒരു ഉത്സവമായിരിക്കുന്ന ഒരു സ്റ്റേജ്. ഹല്ലേലൂയ. നമ്മുടെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇത് രണ്ടും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കരുത്. പരീശന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? അവൻ സ്വന്തം പേരിലാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ല. ഇറ്റ് ഷുഡ് ബി സിൻസിയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി അഫെക്ഷനേറ്റ്. ജോൺ മെനിൻ പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി സിൻസിയർ, ഒന്നും പൂർണ്ണ ഹൃദയത്തോടെ
നമ്മൾ കർത്താവിനെ സേവിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടുകൂടെ അവനെ സേവിക്കുക എന്ന് വെച്ചാൽ ബാക്കിയൊന്നുമില്ലാത്ത ഒരു സ്റ്റേജ്, വേറെ ഒന്നും മാറ്റിവെക്കാത്ത ഒരു സ്റ്റേജ്. ഇന്ന് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വേറെ ഒന്നും ഉണ്ടാകാനിടയാകരുതേ കർത്താവേ. നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നീ മാത്രം. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിനായി, ദൈവം തരുന്ന കാര്യങ്ങളല്ല, ജീവനുള്ള ദൈവത്തിനായി ഉത്സവം ആചരിക്കുന്ന ചില. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ എനിക്ക് ഞരക്കമുണ്ടായിരിക്കാം, അവിടെയും ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ഹൃദയം, ഐ എം pouring out my heart, എൻ്റെ ഹൃദയം ഞാൻ പകരുകയാണ്. ഇറ്റ് ഈസ് അഫെക്ഷനേറ്റ് പ്രയർ, അഫെക്ഷനേറ്റ്. എൻ്റെ ഹൃദയത്തിൽ എന്തും ഞാൻ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നു. പക്ഷേ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത്, ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് കഴിയത്തില്ല? എൻ്റെ ഹൃദയം വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ മുഖ സൗന്ദര്യം, കാന്തൻ്റെ മുഖ സൗന്ദര്യം കാണാനാണ് ഞാൻ ദൈവസന്നിധി ചെല്ലുന്നത്, അല്ലാതെ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. യേശുവിനെ കാണാൻ, യേശുവിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ, യേശുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആ മഹിമയിലൊന്ന് മുങ്ങി അലിഞ്ഞില്ലാതാകാനായിട്ടാണ് നമുക്ക് അവിടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും, കർത്താവേ നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ വരുന്ന കർത്താവേ, മനുഷ്യർക്ക് വിളങ്ങേണ്ടത് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ അത് സഹിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പരീക്ഷനെ പോലെ പ്രാർത്ഥിക്കാൻ നിർത്തുന്നു. പലപ്പോഴും ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നും ഞങ്ങളുടെ വിശുദ്ധിയും ഞങ്ങളുടെ കണ്ണീരും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അത് നിർത്തുന്നു. കർത്താവേ, ഞങ്ങൾ കരഞ്ഞാലും നീ അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥതയൊന്നും ഉള്ളവനൊന്നല്ല. നീ അത് ചെയ്യുന്നെങ്കിൽ നിന്റെ അത് കരുണയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ചവിട്ടി നിൽക്കാൻ മണ്ണില്ലാത്തവനെ പോലെ കൃപയുടെ കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് കർത്താവെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, നിന്നെ അറിയാനും അനുഭവിക്കാനുമുള്ള വലിയ വാഞ്ച ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എപ്പോഴും നിന്റെ സാന്നിധ്യത്തിൽ വരുമെന്നുള്ള വാഞ്ച കർത്താവെ, ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള വലിയ ഒരു ദാഹം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെയുള്ള വലിയ ദാഹം കർത്താവെ, നിന്നെ കാണാൻ. കർത്താവെ, നീ തരുന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാനല്ല, നിന്നെ കാണാനും നിന്നെ അറിയാനും നിന്റെ സൗന്ദര്യം ഒന്ന് മനസ്സിലാക്കാനുമായിട്ട് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.